നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതോ മലയാളി ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ച് മലയാളം അറിയാവുന്ന ഒരു കർണാടകക്കാരനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥിയാണത്രേ. അദ്ദേഹത്തിന്റെ പേരാണ് രാജീവ് ചന്ദ്രശേഖർ. ഇദ്ദേഹത്തിന് കഴിഞ്ഞ 3 വർഷമായുള്ളൂ കേരളത്തിനെ കുറിച്ച് ചില ഫീലിങ്സ് ഒക്കെ തുടങ്ങിയിട്ട്. കേരളത്തിനെ നന്നാക്കണം, ഞാനൊരു മലയാളി ആണ്, പക്ഷെ ഇങ്ങനെ പോലെ ഒരു ഭൂലോക കള്ളൻ അല്ലെ ഭൂലോക എന്താ പറയാ, ഇതിന്റെ ഈ വീഡിയോയുടെ DP-യിലുണ്ട് ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹിസ്റ്ററി ഓഫ് ഹിസ് ഓൺ ലൈഫ് ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്ത് ഇന്റർനെറ്റിൽ പോലും മാനിപ്പുലേഷൻ നടത്തിയിരിക്കും. നമ്പ്യാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് അയാളുടെ ബ്രെയിൻ ഉപയോഗിച്ച് വളർത്തിയെടുത്ത ഒരു വലിയ കമ്പനിയുടെ ഒരു മേജർ പാർട്ട് ഈ മരുമകൻ ആരും അറിയാതെ വിറ്റിട്ട് ആ കാശ് മുഴുവൻ അയാളുടെ പോക്കറ്റിലാണ്. അങ്ങനെയാണ് 40 വയസ്സ് പോലും തികയുന്നതിന് മുമ്പ് ഈ വ്യക്തി ഒരു ബില്യണർ ആയത്. പ്രമോദ് രാജൻ പെരുമ്പായിക്കാടുന്നു. ഈ രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ട് ഇവിടെ കുറെ പ്രൊപ്പഗണ്ട ഇദ്ദേഹത്തിനെ വലിയൊരു മഹാനാക്കി തീർക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ചില പത്രസമ്മേളനങ്ങൾ, ചില ഇന്റർവ്യൂ. കേരളത്തിനെ രക്ഷിക്കാൻ വന്നിരിക്കുകയാണ് അദ്ദേഹം. പക്ഷെ 3 വർഷമായുള്ള ഫീലിംഗ് ഒക്കെ തുടങ്ങിയിട്ട് കേട്ടോ. എനിക്ക് ഈ ഫീലിംഗ് കേരള നാടിലൊരു ചേഞ്ച് വേണം, ജനങ്ങൾക്കൊരു ചേഞ്ച് വേണം എന്നൊരു ഫീലിംഗ് എനിക്ക് 2-3 കൊല്ലമായിട്ട് എനിക്ക് ഫീലിംഗ്, പാൽപ്പബിൾ ഫീലിംഗ് ഉണ്ട്. ഈ വ്യക്തിയെ കുറിച്ച് ഞാൻ എടുത്തു പറയാനുള്ള ഒരു കാരണം വേറെ ആരും സ്ഥാനാർത്ഥികളൊന്നുമില്ലേ കേരളത്തിൽ? ഉണ്ട്. അവരെക്കാട്ടിലും ഒക്കെ വ്യത്യസ്തനാണ് ഇദ്ദേഹം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സ്വന്തം ജീവചരിത്രം, ഹിസ്റ്ററി ഓഫ് ഹിസ് ഓൺ ലൈഫ് ഇന്റർനെറ്റിൽ പോലും മാനിപ്പുലേഷൻ നടത്തിയിരിക്കും. എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും അല്ലേ? ഇങ്ങനെയുടെ ശരിയായിട്ടുള്ള ഹിസ്റ്ററി മുഴുവൻ ഇദ്ദേഹം ഇന്റർനെറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. നമ്മളുടെയൊക്കെ പാസ്റ്റ് എന്താണെന്ന് നമ്മളെ അയൽക്കാർക്കറിയാം, നമ്മുടെ കൂടെ പഠിച്ചവർക്കറിയാം. ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമല്ല. ഇദ്ദേഹത്തിന് തന്നെ അറിയാം ഇയാൾക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് കോണ്ടാക്ട് ഒന്നുമില്ല, അല്ലെ ഇങ്ങനെ ഇവിടെ ഒന്നും പഠിച്ചിട്ടുമില്ല, ഈ നാട്ടുകാർക്ക് ആർക്കും ഇങ്ങനെ അറിയത്തുമില്ലെന്ന്. അതുകൊണ്ട് എളുപ്പമായല്ലോ ഇന്റർനെറ്റിൽ ഡിലീറ്റ് ചെയ്യാന്ന് പറയുന്നത്. 1970 ശേഷം ജനിച്ചവർ, 70 തൊട്ട് 80 വരെ ജനിച്ചവർ, 50 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നത്. അന്നൊക്കെ പത്രം വായിക്കുന്ന ആൾക്കാരായിരുന്നെങ്കിൽ നിങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഓർമ്മ വരും ഒരു പഴയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ തകർച്ചയെക്കുറിച്ച്. BPL എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ തകർച്ച 90കളിൽ ഇന്ത്യയിലെ നമ്പർ 1 TV ആയിരുന്നു BPL എന്ന് പറയുന്നത്. ഈ BPL എന്ന് പറയുന്ന കമ്പനി 1963 സ്ഥാപിച്ചതാണ്. ഒരു മലയാളിയായിരുന്നു അതിന്റെ ഓണർ, മിസ്റ്റർ നമ്പ്യാർ. ഈ വ്യക്തി മെഡിക്കൽ ഇലക്ട്രോണിക്സിൽ നിന്ന് തുടങ്ങി കൺസ്യൂമർ ഇലക്ട്രോണിക്സിലേക്ക് വന്നു. ഇന്ത്യയിലെ നമ്പർ 1 ഇലക്ട്രോണിക്സ് ജയന്റ് എന്നുള്ള പേര് നേടിയെടുക്കാൻ സാധിച്ചു. ഒരു മനുഷ്യന്റെ മാത്രം ഹാർഡ് വർക്ക്. അന്ന് അദ്ദേഹത്തിന്റെ കുട്ടികളൊക്കെ ടീനേജേഴ്സ് ആയിരുന്നു. ക്വാളിറ്റി എന്ന് മാത്രം ചിന്തിച്ച് ഇദ്ദേഹം ചെയ്തത് ജാപ്പനീസ് കമ്പനികളുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ജാപ്പനീസ് ടെക്നോളജി ഇന്ത്യക്കാർക്ക് ലഭ്യമാക്കുക, അതിൽ നിന്ന് കാശുണ്ടാക്കുക. നല്ലൊരു ശ്രമമായിരുന്നു, അഭിനന്ദനീയമായ ശ്രമമായിരുന്നു അദ്ദേഹം നടത്തിയത്. അതിൽ അദ്ദേഹം സക്സസ്ഫുൾ ആയിരുന്നു. ജപ്പാനിലെ സാനിയോ എന്ന കമ്പനിയായിട്ട് ടൈപ്പ് ഉണ്ടാക്കി BPL സാനിയോ TV ഇന്ത്യയിൽ ഇറക്കി. അതിനു മുമ്പായിട്ട് പല ഹോം അപ്ലയൻസസും അദ്ദേഹം ഇന്ത്യയിൽ ഇറക്കി. ഒരു സമയത്ത് അമിതാഭ് ബച്ചന്റെ ഒക്കെ ഒരു പീക്ക് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് അമിതാഭ് ബച്ചനെ മോഡലാക്കിക്കൊണ്ട് ബ്രാൻഡ് അംബാസിഡർ ആക്കിക്കൊണ്ട് മുന്നേറിയ ഒരു കമ്പനിയാണ് ഈ BPL എന്ന് പറയുന്നത്. ഈ BPL-ഉം ചന്ദ്രശേഖറുമായിട്ടുള്ള ബന്ധം അതാണ് ഞാൻ പറഞ്ഞത്. ഇയാൾ ഇത് ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു, ഡിലീറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്തത്. ഇദ്ദേഹം കുറെ ഫാബ്രിക്കേറ്റഡ് സപ്പോർട്ടിങ് കാര്യങ്ങൾ ഇദ്ദേഹം ഇന്റർനെറ്റിൽ എഴുതി ചേർത്തു. അപ്പോൾ ആള് തരികടയാന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. 1964 ജനനം. അപ്പോൾ 64, 20, 84, 21 വയസ്സിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞു, BTech പഠിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് ഊഹിക്കാം. അപ്പൊ 85 പഠനം കഴിഞ്ഞു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് ഡൽഹിയിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനി, അന്ന് ഒരു സോഫ്റ്റ്വെയർ കമ്പനി സോഫ്റ്റ് ടെക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അല്ല ഒരു കമ്പനി, ചെറിയൊരു, അന്ന് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മേഖല ഉണ്ടായിരുന്നില്ല. അപ്പോ ആ കമ്പനിയിൽ ഞാനൊരു 6-8 മാസം പണിയെടുത്തു. ഇദ്ദേഹം തന്നെ പറയുന്നു 6-8 മാസം, നല്ല മലയാളം കേട്ടോ, 6-8 മാസം ഡൽഹിയിൽ ഒരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്തതെന്ന് പറയുന്നു. അത് കഴിഞ്ഞപ്പോൾ തോന്നി കമ്പ്യൂട്ടർ പഠിക്കണമെന്ന്. അങ്ങനെ MS പഠിക്കാനോ അല്ലെ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പോകുന്നു. അച്ഛൻ വലിയൊരു മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു, എയർ കമഡോർ ഒക്കെ ആയിരുന്നു. അച്ഛൻ്റെ കാശുകൊണ്ട് ഏതായാലും അവിടെ പോയി. അമേരിക്കയിൽ ചെന്ന് MS ചെയ്യുന്നത് എപ്പോഴായിരിക്കും? 86 അല്ലേ, അതായത് 85 പാസ്സായി. അത് കഴിഞ്ഞിട്ട് 1 വർഷത്തോളം 6-8 മാസം ഇവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞാണ് അമേരിക്കയിൽ പോയത്. അപ്പൊ ഏകദേശം 86 ഇദ്ദേഹം അവിടെ എത്തുന്നത്. 1986 എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. It was signed by Lady Beth Davis. Okay. The HR. She became a very senior person. ഇപ്പൊ പറഞ്ഞത് കേട്ടോ, 86 ഇദ്ദേഹത്തിന് മൈക്രോസോഫ്റ്റിൽ നിന്ന് ഓഫർ ലെറ്റർ കിട്ടിയായിരുന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് കമ്പ്യൂട്ടർ പഠിക്കുന്നതിന് മുമ്പ് ഓഫർ ലെറ്റർ കിട്ടിയോ, അല്ലെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നതിന് മുമ്പ് ഓഫർ ലെറ്റർ കിട്ടിയോ? ശരി, 1.5 വർഷം PG പഠിച്ചു. 88 ഇദ്ദേഹത്തിനെ വിൻ ധാം എന്ന് പറയുന്ന ഒരാളാണ് ഹാൻഡ് പിക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. ഈ കള്ളം പറയുമ്പോണ്ടല്ലോ എല്ലാം കൂടെ മാച്ച് ആവത്തില്ല.
അറിയാതെ തന്നെ സത്യങ്ങൾ കൂടെ വന്നു പോകും. അത് ഈ ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കും കൂടി അറിഞ്ഞിരിക്കണം കുറച്ചൊക്കെ യാഥാർത്ഥ്യം. അതല്ലെങ്കിൽ അയലത് സംപ്രേഷണം ചെയ്യുമ്പോൾ ഈ കള്ളവും സത്യം എല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണം. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ വിൻധാം എന്നൊക്കെ പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകില്ലേ. ശരിക്കും പറയാം ഇന്ത്യക്കാരൻ വിനോദ് ധാം, അയാൾ അമേരിക്കയിൽ ചെന്നപ്പോൾ വിൻധാമായി. അത് ഒരു വലിയൊരു മനുഷ്യനായിരുന്നു കേട്ടോ, അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ വിൻധാം ഈ മഹാനെ ഇന്റൽ എന്ന കമ്പനിയിലേക്ക് ജോലിക്ക് എടുക്കുന്നു. പക്ഷെ ആ കൂട്ടത്തിൽ വീണ്ടും ഒരു സത്യം അറിയാതെ വിളിച്ചു പറഞ്ഞു ഇതേ കേട്ടോ. ഒരു വിൻധാം എന്ന് പറഞ്ഞൊരു ആളുണ്ട്, ഇന്റൽ ഒരു ഭയങ്കര ലെജൻഡ് പേരാണ്, ഇന്ത്യനാണ്. അദ്ദേഹം എന്നെ പറ്റി കേട്ടത് ത്രൂ ഒരു എയർഫോഴ്സ് ഓഫീസർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ബ്രദർ. അപ്പോ അദ്ദേഹത്തിന്റെ ബ്രദർ ഇങ്ങനെ വന്ന് ഇവിടെ ഹോളിഡേയിൽ വന്നപ്പോ പറഞ്ഞു ഇങ്ങനെ ഒരു സ്മാർട്ട് കുട്ടിയുണ്ട്, ബോയ് ഉണ്ട്, ജോയിനിങ് മൈക്രോസോഫ്റ്റ്. ശ്രീ വിൻധാമിന്റെ സഹോദരൻ മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ വഴിയാണ് ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് അദ്ദേഹം അറിയുന്നത്. അല്ലാതെ അമേരിക്കയിലെ പ്രശസ്തനായ ഒരു യങ് എഞ്ചിനീയർ ഫ്രം ഇന്ത്യ ആ പേരിലല്ല അങ്ങനെ അറിഞ്ഞത്. ഇതേതോ റെക്കമെൻഡേഷൻ വഴി അങ്ങയുടെ മുമ്പിലെത്തി ഇദ്ദേഹത്തിന്റെ പേര് അവിടെ ജോലിക്കെടുത്തു. അതിനെ പുള്ളി കുറെ തിരിച്ചും മറിച്ചുമൊക്കെ പറഞ്ഞ് ടഫ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നൊക്കെ പറഞ്ഞ് ഏതായാലും കഥയൊക്കെ ഒപ്പിച്ചു. എത്ര കാലം അവിടെ വർക്ക് ചെയ്തു? അവിടെ ഒരു 6 കൊല്ലം. എന്ത് പൊസിഷനിലായിരുന്നു അവിടെ? ഞാൻ തുടങ്ങിയത് ഒരു സീനിയർ ഡിസൈൻ എഞ്ചിനീയർ, പിന്നെ വേഗം സീനിയർ ഡിസൈൻ എഞ്ചിനീയറായി. അത് ചിപ്പ്, ആദ്യത്തെ ചിപ്പ് 80486 പറയും, 486. ഇപ്പൊ കേട്ടല്ലോ മറ്റൊരു കള്ളം. തുടങ്ങുന്നത് തന്നെ കള്ളം പറയാൻ തുടങ്ങി. പിന്നെ തോന്നി അങ്ങനെ പറയാൻ പാടില്ല, ശരിയല്ലോ എന്ന് വിചാരിച്ചു. സീനിയർ ഡിസൈൻ എഞ്ചിനീയർ അത് മാറ്റി ഡിസൈൻ എഞ്ചിനീയർ എന്നാക്കി. 88 മുതൽ 91 വരെ 3 വർഷം അവിടെ ജോലി ചെയ്തു. കേട്ടല്ലോ, ഇദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ 1991 ഇന്ത്യയിലേക്ക് വന്നു, ബ്രേക്ക് എടുത്തു വന്നു, വിവാഹം കഴിക്കാൻ വേണ്ടി വന്നു. അപ്പം അത് സത്യമാണ് പറഞ്ഞത്. ആ കൂട്ടത്തിൽ വേറൊരു കള്ളം പറഞ്ഞു, 6 വർഷം ജോലി ചെയ്തെന്ന്. അതിങ്ങനെ 6 വർഷം ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത്? 86 അവിടെ പോയത്. പിന്നെ ഈ കക്കാൻ പഠിച്ചാൽ നിൽക്കാനോടെ പഠിക്കണം, അത് ഇയാൾക്ക് അറിയില്ല. ഇന്റലിന്റെ ടൈമിലാണ് ഞാൻ ഇവരെല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ട്. കാഫറ്റേരിയയില് സ്റ്റീവ് ജോബ്സ്, ബിൽ ഗേറ്റ്സ്, അവിടെ ഒരു ഇഗാലിറ്റേറിയൻ ടൈപ്പ് ഓഫ് സൊസൈറ്റി ആണ്. അങ്ങനെ ഒരു ഞാൻ സീനിയർ ആണോ നിങ്ങൾ ജൂനിയർ ആണോ. ഇപ്പൊ പറഞ്ഞത് കേട്ടോ, അവിടെ ബിൽ ഗേറ്റ്സും സ്റ്റീവ് ജോബ്സും ഒക്കെ കഫറ്റേരിയ വരാറുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ചായക്കടയിൽ ചായയും പരിപ്പടയും കഴിക്കാൻ വന്നു പറഞ്ഞോളൂ. ചിലപ്പോൾ അവിടെ ബർഗർ ആയിരിക്കും. അപ്പൊ അവരെല്ലാരും കൂടെ ഒരു സ്ഥലത്ത് വന്നിരിക്കുമായിരുന്നു, കഫറ്റേരിയ വരെ. ഇങ്ങനെ കള്ളം കഷ്ടം. അപ്പൊ ഇത്രയും വലിയ കൊണ്ടൊക്കെ അടിക്കാന്ന് പറഞ്ഞാല് ആ സമയത്തൊക്കെ അന്നൊക്കെ ഈ മൈക്രോസോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രശസ്തമായ ഒരു അമേരിക്കൻ കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. അല്ലെങ്കിൽ മാക്കിൻടോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്പിൾ കമ്പ്യൂട്ടർ, ഇതൊക്കെ വലിയ സോഫ്റ്റ്വെയർ ജയൻസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ജയൻസിന്റെ ചെയർമാൻ അല്ലെങ്കിൽ സിഇഒ ഒക്കെയാണ് ബിൽ ഗേറ്റ്സും സ്റ്റീവ് ജോബ്സും ഒക്കെ. അവരൊക്കെ കഫറ്റേരിയ വന്ന് ചായ കുടിക്കാതിരിക്കുമായിരുന്നു. അല്ല ഇങ്ങയുടെ കൂടെ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ വരുന്ന കഫറ്റേരിയയിൽ ഇങ്ങനെ അവർ വന്നിരിക്കുമായിരുന്നു. എന്തെങ്കിലും വേണ്ട, അതാണല്ലോ പറഞ്ഞു വന്നത്. തള്ളട്ടെ, നല്ലൊരു തള്ള കയറ്റും. ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഈ വ്യക്തിയെ 91 അവിടെ നിന്ന് പറഞ്ഞു വിട്ടതാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടാണെന്ന് ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇല്ലെങ്കിൽ അയാൾ പ്രൂവ് ചെയ്യട്ടെ. ഇദ്ദേഹം അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മളെടുത്ത് കാണിക്കട്ടെ, തിരുവനന്തപുരംകാരെ കാണിക്കട്ടെ. ഇതാ ഞാൻ 6 വർഷം ഇന്റലിൽ ജോലി ചെയ്തു, ഇതാ എന്റെ കരിയർ സർട്ടിഫിക്കറ്റ്, ഒന്ന് കാണിക്കാവോ? അങ്ങനെയാണ് ഞാൻ എന്റെ ഈ പ്രസ്താവനകളൊക്കെ ഞാൻ പിൻവലിക്കാം. എന്നിട്ട് ഞാൻ ഒരു മാപ്പൂടെ പറയും. 3 വർഷം ജോലി ചെയ്തിട്ട് 6 വർഷം ആക്കി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പണി പോയി കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ വന്നു, കല്യാണം കഴിച്ചു. അവിടെ വെച്ച് കണ്ടതായിരുന്നു, അത് സത്യം പറയുന്നുണ്ട്. BPL ഫാമിലിയിലെ, അതായത് മിസ്റ്റർ നമ്പ്യാരുടെ മകളെ രാജീവ് ചന്ദ്രശേഖർ കല്യാണം കഴിക്കുന്നു. പിടിച്ച കൊമ്പ് പുളിൻ കൊമ്പ്. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്റെ അച്ഛൻ ഒരു മാറ്റർ ഓഫ് കർട്ടിസി എന്നോട് പറഞ്ഞു, നമുക്ക് ഡൽഹി പോയിട്ട് രാജേഷ് പൈലറ്റിനെ കാണാം. അച്ഛന്റെ സ്റ്റുഡന്റ് ആയിരുന്നു എയർഫോഴ്സിൽ, രാജേഷ് പൈലറ്റ്. അപ്പൊ രാജേഷ് പൈലറ്റ് ഇതിന്റെ ഫേറ്റ് നോക്കൂ. രാജേഷ് പൈലറ്റ് ആയിരുന്നു അന്ന് ടെലികോം മിനിസ്റ്റർ. ഫാദർ രാജേഷ് പൈലറ്റിനെ പരിചയപ്പെടുത്തി. അപ്പൊ അവിടെ ചില ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട്. ആരുമായിട്ട്? കോൺഗ്രസിലെ മന്ത്രിയായ രാജേഷ് പൈലറ്റുമായിട്ടുള്ള ബന്ധം അറിയാതെ പറഞ്ഞു പോയതായിട്ടും. കാരണം ഇതിന് ഇങ്ങനെ ഒരു കോൺസിക്വൻസ് ഉണ്ടാവുമെന്ന് പുള്ളി വിചാരിച്ചു കാണും. 91 മുതൽ 94 വരെ ഇദ്ദേഹം BPL ജോലി ചെയ്തു. ചിലപ്പോൾ ഡയറക്ടർ ആയിരിക്കാം, കാരണം മകളുടെ ഭർത്താവല്ലേ. 94 BPL മൊബൈൽ എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങുന്നു. ഈ അറിയാതെയാണെങ്കിലും ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് പുള്ളി കയറി ഞാനെന്നാക്കും. ശ്രദ്ധിച്ചു നോക്കുക. അത് നടന്നു. 91, 92 ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടി. എനിക്ക് ലൈസൻസ് കിട്ടി. അപ്പോ ഇതെല്ലാം ഞാനൊരു നൈവ് ആളാണല്ലോ. ഇപ്പൊ US അടച്ചുപൂട്ടിയ ഒരു കമ്പനിയെ വീണ്ടും സ്വന്തമാക്കാൻ ശ്രമിക്കാനാണ് ഈ ഡയലോഗ്. ഈ ചിലരൊക്കെ കമ്പനി തുടങ്ങുമ്പോഴത്തേക്കും ആ കമ്പനിക്ക് ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പേരിടും, ഒരു ഭഗവാന്റെ പേരിടും. ഇപ്പൊ ഹൈദരാബാദിലൊക്കെ ആണെങ്കിൽ വെങ്കടേശ്വര കൂട്ടി ഒരുപാട് കമ്പനികളുണ്ട്. ശ്രീ വെങ്കടേശ്വര ഉണ്ട്. കാരണം തിരുപ്പതി ഭഗവാന്റെ പേരാണ്. അങ്ങനെ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട്
ഇദ്ദേഹം കമ്പനി തുടങ്ങിയിട്ട് അതിന് BPL എന്ന് പേരിട്ടാണോ? നമ്മൾ മലയാളികൾക്ക് അത് ആ കോമൺ സെൻസ് ഒക്കെ ഉണ്ട്. എന്താ കളി എന്നൊക്കെ ഏകദേശം മനസ്സിലായി വരുന്നുണ്ടല്ലോ. 94 എന്നൊക്കെ പറയുമ്പം BPLന്റെ ഏറ്റവും നല്ല സമയമായിരുന്നു. അവർ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് വഴി ടിവിയും ഫ്രിഡ്ജും AC ഒക്കെ വിറ്റ് 4300 കോടി ടേൺ ഓവർ വരെ എത്തിയ ഒരു സമയമാണ്. ആ 4300 കോടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു 10-20,000 കോടി BPL മൊബൈൽ എന്ന് പറഞ്ഞു തുടങ്ങിയത് ശ്രീ നമ്പ്യാർ തന്നെയാണ്. പക്ഷേ മരുമോൻ ഈ കമ്പ്യൂട്ടർ സയൻസിലൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളതുകൊണ്ടും അതുപോലെ അമേരിക്കൻ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും കുറച്ച് സോഫ്റ്റ്വെയർ ഒക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ടും ഒക്കെ ഈ മരുമോന് ഈ മൊബൈൽ എന്ന് പറയുന്ന ഒരു ഡിവിഷന്റെ ചാർജ് കൊടുത്തു. ഇതാണ് ശരിക്കും സംഭവിച്ചത്. പിന്നെ ഇയാൾ പറയുന്നുണ്ടല്ലോ ഞാൻ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. എൻ്റെ ഒരു ചോദ്യം, ഈ ഞാൻ തുടങ്ങിയെങ്കിൽ പിന്നെ എന്തിനാണ് BPL എന്ന് പേരിട്ടത്? ഈ ഞാൻ തുടങ്ങാനായിട്ട് ഞാൻ എവിടുന്നെങ്കിലും പൈസ വല്ലതും കൂട്ടുന്നായിരുന്നു? ഇല്ലല്ലോ. ശരിക്കും ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ BPL എന്ന് പറയുന്ന പേരന്റ് കമ്പനി 500 കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് BPL മൊബൈൽ എന്ന സ്ഥാപനം തുടങ്ങുന്നു. അവിടെ ഈ മരുമകന് അല്ലെ മകൾക്ക് 32% ഷെയർ അവരുടെ പേരിലാക്കി കൊടുക്കുന്നു. അതായത് ഈ മക്കൾ തമ്മിൽ ഭാവിയിൽ പ്രശ്നമൊന്നും ഉണ്ടാകരുതെന്ന് കരുതി മകന് ഷെയർ, മകൾക്ക് ഷെയർ, മരുമോന് ഷെയർ എന്നുള്ള രീതിയിൽ. അത് മാത്രമല്ല ഈ കമ്പനി നടത്താനുള്ള ഫുൾ പവർ ഇയാൾക്ക് കൊടുത്തു. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അന്നൊക്കെ പത്രം വായിച്ചിരുന്നവരുന്നു. അതിലേക്ക് ഞാൻ വരികയാണ്. എന്താണ്, ഞാൻ ആ സമയത്ത് പത്രം വായിച്ചിരുന്ന ആളാണ്. അന്ന് വായിച്ചറിഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഇതൊന്നും ഇന്റർനെറ്റിലൊന്നും ലഭ്യമല്ല. അതാ പറഞ്ഞ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി ആരുടെങ്കിലും ഒക്കെ മനോരമ പത്രത്തിന്റെയോ അല്ലെങ്കിൽ മാതൃഭൂമി പത്രത്തിന്റെയോ ഒക്കെ കളക്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് വേണേൽ ഇത് കിട്ടിയേക്കും. 93-94 കഴിഞ്ഞ് ഒരു 4-5 വർഷത്തേക്ക് ഈ BPL എന്ന് പറഞ്ഞ കമ്പനി പതുക്കെ താഴേക്ക് ഇരിക്കാൻ തുടങ്ങി. അവർ നമ്പർ 1 പൊസിഷനിൽ നിന്ന് നമ്പർ 2ലേക്കായി, നമ്പർ 3ലേക്കായി. ഇവരുടെ ടേൺ ഓവർ കുറഞ്ഞു വരുന്നു. അതിന്റെ ചില കാരണങ്ങൾ അന്ന് ഞാൻ അറിഞ്ഞതാണ്. അത് ഞാൻ ഇപ്പോൾ പറയുന്നു. ഓവർ ഇൻവോയ്സിങ്, ഫേക്ക് ഇൻവോയ്സ്, ഫേക്ക് പർച്ചേസ് ഓർഡേഴ്സ്. പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. ഒന്ന് വിശദീകരിക്കാം. ഓവർ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയുടെ സാധനം വാങ്ങിക്കുന്നു. ആ കമ്പനിയുടെ ചെയർമാനായിരുന്ന ശ്രീ നമ്പ്യാർ കൊണ്ട് മരുമകൻ്റെ പേര് കേസ് കൊടുത്തു. ഒരു മേജർ പാർട്ട് ഈ മരുമകൻ ആരും അറിയാതെ വിറ്റിട്ട് ആ കാശ് മുഴുവൻ അയാളുടെ പോക്കറ്റിലാക്കി. അങ്ങനെയാണ് 40 വയസ്സ് പോലും തികയുന്നതിന് മുമ്പ് ഈ വ്യക്തി ഒരു ബില്യണറായത്.